നമ്മളിന്ന് കപ്പാസിറ്റേഴ്സിലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് ചെയ്യുന്നത്. കപ്പാസിറ്റേഴ്സിൽ അതിൽ വരുന്ന എനർജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റനാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് ദ എനർജി സ്റ്റോർഡ് ഈസ് 45 ജൂൾസ്. അപ്പോൾ നമുക്ക് എനർജി സ്റ്റോർഡിൻ്റെ ഇക്വേഷൻ അറിയാം. യു ഇസ് ഈക്വൽ ടു ഹാഫ് CV² ആണ്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റേഴ്സ് പാരലായിട്ടാണ് കണക്ട് ചെയ്തത് എന്നുള്ളതുകൊണ്ട് ഞാനൊക്കെ പി എന്ന് പറയുന്നൊരു സബ്സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ്. യു പി ഇസ് ഈക്വൽ ടു ഹാഫ് CPV². ഓക്കെ, യു പിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 45 ജൂൾസ് ആണ്. ഈക്വൽ ടു ഹാഫ് CP നമ്മളിങ്ങനെ തന്നെ എഴുതുന്നു. വിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എത്രയാണ്? 3000 വോൾട്ട് ആണ്. സോ 3000² എന്ന് വരും. സോ 90 is equal to CP into 3000 പകരം 3 into 10⁻³ എന്ന് എഴുതാം. സോ 90 is equal to CP into 9 into 10⁻⁶ എന്ന് എഴുതാം. സോ ഫ്രം ദാറ്റ് CP is equal to 90 by 9 into 10⁻⁶ അല്ലെങ്കിൽ 10 into 10⁻⁻6 ഫാരഡ് എന്ന് എഴുതാം. ഓക്കെ, CPയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? C1 + C2 ആണ്. ഇപ്പം കപ്പാസിറ്റൻസ് പാരലൽ ആണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസസ് ആണ്. സോ C1 + C2 എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇപ്പോൾ C1 + C2ൻ്റെ വാല്യൂ ആണ് 10 into 10⁻�6 ഫാരഡ് എന്നർത്ഥം. ഓക്കെ, ഇത് പാരലലിൻ്റെ കേസിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി ഈ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് വിത്ത് ദ സെയിം ടു കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, ഈ രണ്ട് കപ്പാസിറ്റേഴ്സും ഇൻ സീരീസ് ദ എനർജി സ്റ്റോർഡ് ഈസ് 4.05 ജൂൾ ഫോർ ദ സെയിം പൊട്ടൻഷ്യൽ. അപ്പോൾ വിക്ക് ചേഞ്ച് ഇല്ല. കപ്പാസിറ്റേഴ്സ് C1 ഉം C2 ഒന്നും മാറ്റില്ല. പക്ഷെ അവരെങ്ങനെ കണക്ട് ചെയ്തിരുന്നു? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സീരീസ് ആയിട്ടാവുന്ന സമയത്ത് ഞാൻ എന്തായിരുന്നു? US എന്നുള്ള സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്നു ഫോർ സീരീസ്. ഹാഫ് CSV² എന്നായിട്ട് മാറ്റുന്നു. പൊട്ടൻഷ്യൽ സെയിം ആയതുകൊണ്ടാണ് വിക്ക് നമ്മൾ വേറെ VS എന്നോ VP എന്നോ ഒന്നും കൊടുക്കാത്തത്. ഓക്കെ, US-ൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 4.05 ജൂൾസ് ആണ്. ഹാഫ് CS, വിയുടെ വാല്യൂ 3000² തന്നെ, അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 9 into 10⁻⁶ ആണ്. ഓക്കെ, ഈ 2 നമ്മളിവിടെ എടുത്ത് വന്നു കഴിഞ്ഞാൽ 8.1 is equal to CS into 9 into 10⁻⁶ എന്ന് വരും. സോ ഫ്രം ദാറ്റ് CS is equal to 8.1 by 9 into 10⁻⁶. 8.1 by 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് 0.9 into 10⁻⁻6 ഫാരഡ് എന്നാണ് CS വരിക. ഓക്കെ, ഇനി രണ്ട് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസിലാണെങ്കിൽ നമുക്കറിയാം 1/C is equal to 1/C1 + 1/C2 ആണ് വേണ്ടത്. അതിന് C കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വരുന്ന ഇക്വേഷൻ C1C2 by C1 + C2 എന്നാണ്. ഓക്കെ, C1 C2 by C1 + C2 എന്നാണ്. CS-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 0.9 into 10⁻⁻6 എന്ന് കൊടുക്കാം. C1 C2 നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു. C1 + C2 എന്ന് പറഞ്ഞാൽ 10 into 10⁻⁻6 എന്നാക്കാം. ഓക്കെ, അതും നമുക്ക് C1 C2 എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 0.9 into 10⁻⁻6 into 10 into 10⁻⁻6. എന്താ ചെയ്തത്? നമ്മൾ ഈ ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അതാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 0.9 into 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഉണ്ട്. 10⁻⁻6 into 10⁻⁻6 10⁻⁻12 എന്ന് കിട്ടും C1 C2ൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ C1 C2ൻ്റെ വാല്യൂ 9 into 10⁻12ഉം C1 + C2ൻ്റെ വാല്യൂ 10 into 10⁻⁶ഉമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഈ C1 ഉം C2 സോൾവ് ചെയ്യാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് C1 is equal to എന്തെഴുതാൻ പറ്റും? 10 into 10⁻⁻6 മൈനസ് C2 എന്ന് എഴുതാനായിട്ട് പറ്റും. ശരിയാണല്ലോ? എന്നിട്ട് നമ്മൾ ഈ C1ന് പകരം ഇവിടെയുള്ള ഈ C1ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ C1ന് പകരം 10 into 10⁻⁻6 മൈനസ് C2 ഇൻറ്റു C2ൻ്റെ വാല്യൂ C2 തന്നെ എഴുതുന്നു. 9 into 10⁻⁻12 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ 10 into 10⁻⁻6 C2 എന്ന് നമുക്കൊരു ടേം കിട്ടും. മൈനസ് C2² is equal to 9 into 10⁻⁻12 എന്നായിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഇനി C2² നമ്മളിത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ പോലെ നമ്മളിത് മാറ്റി എഴുതാൻ പോവാണ്. C2² മൈനസ് 10C2 into 10⁻⁻6 plus 9 into 10⁻⁻12 equal to 0 എന്നുള്ള ഫോമിലേക്ക് നമുക്ക് വരും.
ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, C2 എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റേഴ്സ് ഒക്കെ മൈക്രോ ഫാരഡ്. നമുക്ക് C1 C2 മൈക്രോ ഫാരഡിലാണെങ്കിൽ C2 എന്ന് പറയുന്നത് C1 + C2 മൈക്രോ ഫാരഡിലാണെങ്കിൽ C2 എന്തിൽ തന്നെ ആയിരിക്കും? മൈക്രോ ഫാരഡിൽ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിലും C2² എന്ന് പറഞ്ഞാൽ അവിടെയും ഇത് വരും, ഒരു 10⁻² വരും എന്നർത്ഥം ആണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് അങ്ങനെ പറയാം. ഇനി അല്ല നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെ എഴുതുന്നതിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഈ C2 ശരിക്കും പറഞ്ഞാൽ എന്താണ് വരിക? 10⁻² രീതിയിലാണ് C2 കയറി വരിക അല്ലേ? ഈ 10⁻⁻ എന്നുള്ള ടേം നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് മാറ്റം വരുത്താം. ഓക്കെ, നമ്മൾ ആ മാഗ്നിറ്റ്യൂഡ്, ആ 10⁻² എന്നുള്ള എല്ലാത്തിനും മൈക്രോ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഒഴിവായിട്ട് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിനും ഒരു 10⁻⁻ എന്ന് പറയുന്ന ടേം കയറി വരുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കിയിട്ട്, ആ 10ന്റെ ടേംസൊക്കെ പവേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് C1 C2 എന്ന് പറഞ്ഞാൽ 9 × 10⁻12 ആണ്. അതേപോലെ C1 + C2 എന്ന് പറയുന്നത് 10 × 10⁻6 ഫാരഡുമാണ് അല്ലേ? ഓക്കെ, യൂണിറ്റ് അടക്കം നമ്മൾ എഴുതുന്ന സമയത്താണ് നമുക്ക് ആ കൺഫ്യൂഷനൊക്കെ വരാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ 10⁻6 10⁻12 ഒക്കെ ആ കേസസിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇവിടെ 10⁻6 എന്നുള്ളതിന് പകരമായിട്ട് മൈക്രോ എന്ന് എഴുതി കഴിഞ്ഞാൽ 10 മൈക്രോ ഫാരഡ് എന്നുള്ള, ഈ മൈക്രോ എന്ന് പറയുന്നത് ഫാരഡ് എന്നുള്ള യൂണിറ്റ് അവിടെ നിൽക്കട്ടെ, 10 മ്യൂ ആണ് ഒരു CP എന്ന് പറയുന്നത്. C1 C2 എന്ന് പറയുന്നതോ, C1 C2 എന്ന് പറയുന്നത് 9 അല്ലെങ്കിൽ 10⁻6 മ്യൂ എന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ C1 C2 C1 പകരം എന്താ നമ്മൾ എഴുതുക, ഇവിടെ 10⁻6 എന്നുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിവിടെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല അല്ലേ? കാരണം 10 മൈക്രോ - C2 എന്നുള്ള രീതിയിലേക്കായിരിക്കും അത് മാറി വരിക. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 10ന്റെ പവേഴ്സ് 10⁻6 10⁻12 ഒക്കെ പവർ ഓഫ് 10 ആയിട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ തൽക്കാലം ആ ടേംസ്, അത് മൈക്രോ എന്നുള്ള കൺവേർഷനൊക്കെ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരാണ്. നമ്മൾ ആ ടേംസ് ഒക്കെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുകയാണെങ്കിൽ C2² - 10C2 + 9 ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ വരുന്ന ടേം ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, C2ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനൊക്കെ നമുക്കറിയാം. ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. രണ്ട് ടേംസിൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -10 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ +9 വരണം എന്നുള്ളതാണ് വരിക. അപ്പോൾ C2ന്റെ വാല്യൂ ഐദർ 9 ഓർ എന്ത് വരും, 1 വരും. ഓക്കെ, C2ന്റെ വാല്യൂ ഐദർ 9 ഓർ 1 ആണ് വരിക. അപ്പോൾ നമുക്ക് C2 9 എടുക്കുകയാണെങ്കിൽ C1 എന്ത് വരും, C1 + C2 ആണ് 10 അല്ലേ? അപ്പോൾ C1 എന്ത് വരും, 1 വരും. അതേപോലെ C1 ആണ് 9 എടുക്കുന്നതെങ്കിൽ C2 ആണ് C2 ആണ് 1 എടുക്കുന്നതെങ്കിൽ C1 എന്ത് വരും, 9 വരും. ഇതാണ് ഇതിൽ വരുന്ന ടേം. ഇതിലെല്ലാം യൂണിറ്റ് എന്താണ്, മൈക്രോ ഫാരഡ് ആണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. എല്ലാം മ്യൂവിലാണ് യൂണിറ്റ് വരിക. ഓക്കെ, ഇതാണ് കപ്പാസിറ്റേഴ്സിലെ ഇഫക്റ്റീവ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, യൂസിങ് ദ എനർജി.